എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രവാസി സംഘടനകളും മട്ടന്നൂർ വ്യാപാരി വ്യവസായി സമിതിയും. കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രവാസി സംഘടനകളും മട്ടന്നൂർ വ്യാപാരി വ്യവസായി സമിതിയും സത്യാഗ്രഹവേദിയിലെത്തി. നമ്മൾ തന്നെ ഒരുപാട് സമരമുഖങ്ങളിടെ നടത്തിയിട്ടുണ്ട്. ചർച്ചകളും മറ്റുള്ള വിവിധ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് MLA MP ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളും മറ്റും നടന്നിട്ടുണ്ട്. ഈ ചർച്ചകളും ഇതും നടക്കുന്നതല്ലാതെ ഇത് വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന രൂപത്തിൽ എവിടെയും എത്താതെ പോകുന്നു. ഇത് കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാതെ അല്ലാതെ ഇതിനൊരു അറുതി വരില്ല. നമുക്കറിയാം, വളരെ മനോഹരമായ 8 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി എല്ലാ സൗകര്യങ്ങളോടുകൂടി ചെയ്ത ഒരു എയർപോർട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ എയർപോർട്ട് വരുമ്പോൾ നമ്മുടെ യാത്രാ കാര്യങ്ങളും മറ്റു സൗകര്യങ്ങളും, അതോടൊപ്പം കണ്ണൂർ ജില്ലയുടെ വികസനത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവുമെന്നുള്ള വലിയ ആവേശത്തോടു കൂടിയാണ് കണ്ണൂരിലുള്ളവർ നോക്കിക്കണ്ടത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് തുടങ്ങിയെടുത്ത് തന്നെ അവിടെ മിസ്സാവുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ പറയുന്നത് ഈ എയർപോർട്ട് നഷ്ടത്തിലേക്ക് പോകും, യാത്രക്കാരുടെ കുറവുകളുണ്ട് എന്ന് പറയുന്നതുണ്ട് തന്നെയും. തുടക്കത്തിൽ 2 വർഷം റിക്കാർഡ് യാത്രക്കാരെ ഏറ്റിക്കൊണ്ടാണ് കണ്ണൂർ റിക്കാർഡ് സൃഷ്ടിച്ചത്. അത് എടുത്തു നോക്കിയാൽ തന്നെ ഇവിടെ യാത്രക്കാരുടെ കുറവോ മറ്റുള്ള കുറവോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടോ അല്ലെങ്കിൽ ഒരു ഈഗോൻ്റെ കാഴ്ചപ്പാടോട് നോക്കിക്കാണാതെ ഇത്രയും ഇന്ത്യയിലുള്ള ഇത്രയും നന്നായിട്ടുള്ള ഇത്രയും എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു എയർപോർട്ടിൻ്റെ വികസനത്തെയും യാത്രാസുഖത്തെയും സുഖപ്പെടുത്താൻ വേണ്ടി പോയിന്റ് ഓഫ് ഓർഡർ എന്ന ആ ഒരു നിയമം അതിനെ തറയിട്ടുകൊണ്ട് ഇത് നിർത്തുന്നത് അത് ഏറ്റവും ഉചിതമല്ല എന്ന കാര്യത്തിൽ കൊണ്ടാണ് പ്രിയപ്പെട്ട രാജീവ് സാർ അനിശ്ചിതകാലത്തേക്കാണ് സത്യാഗ്രഹം. ഇന്ന് 6ാം ദിവസത്തേക്ക് കടക്കുകയാണ്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമരമുഖത്തേക്ക് വന്നിട്ട് നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം. അദ്ദേഹം ഡൽഹിയിലും മറ്റും ഒരുപാട് സമരങ്ങൾ നയിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആ സമരം ആ മേഖലകളിൽ വിജയം കണ്ടിട്ടുണ്ട്. പല സമരങ്ങളും വിജയം കണ്ടിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഒന്നടക്കം എല്ലാ സംഘടനകളും എല്ലാ മറ്റ് രാഷ്ട്രീയ സംഘടനകളും ഒരുമിച്ച് കൊണ്ട് പ്രിയപ്പെട്ട രാജീവ് സാറിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുകയാണ്. ഇത് ജീവമരണ പോരാട്ടം എന്ന നിലയിൽ ആദ്യഘട്ടം എന്ന നിലയിലുള്ള ഒരു സമരവിദ്യയാണ് പ്രിയപ്പെട്ട രാജീവ് സാർ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ ഏരിയ പ്രസിഡന്റ് മുസ്തഫ ദാവാരിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ടൗണിൽ നിന്നും പ്രകടനവുമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകർ സമരവേദിയിലെത്തിയത്. ദുബായിലെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അലി പുന്നക്കൽ, അബ്ദുള്ളക്കുട്ടി തടിക്കടവ്, ഷാജഹാൻ KS, അഷ്റഫ് എന്നിവരടക്കം KMCC ഒമാനിൽ നിന്നും ദുബായിൽ നിന്നും നിരവധി നേതാക്കൾ സമരപ്പന്തലിൽ എത്തി പിന്തുണ പ്രഖ്യാപിച്ചു. കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിരാഹാര സത്യാഗ്രഹം കഴിഞ്ഞ തിരുവോണ നാളിൽ ആരംഭിച്ചത്. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമാണ് അനുഷ്ഠിക്കുന്നത്. കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി ആരംഭിച്ച ഈ ഒരു മൂവ്മെൻറ്റ് ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൂവ്മെൻറ്റ് ഈ കഴിഞ്ഞ 2.5 മാസങ്ങൾ വളരെ ശക്തമായ രീതിയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുണ്ടായി. ആദ്യം മട്ടന്നൂരിൽ ഒരു സമര വിളംബര ജാഥ, പിന്നീട് സമര പ്രഖ്യാപന കൺവെൻഷൻ, അതിനുശേഷം നമ്മൾ ഈ സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനൊരു സത്യാഗ്രഹം പ്രഖ്യാപിക്കാൻ ഉണ്ടായ സാഹചര്യം കഴിഞ്ഞ 7-8 വർഷമായി കണ്ണൂർ എയർപോർട്ടിൻ്റെ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ MP ഇന്ത്യൻ പാർലമെൻറ്റിൽ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടും നിരവധി പ്രവാസി സംഘടനകളും നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ കേന്ദ്ര വ്യോമയാന മന്ത്രി അടക്കമുള്ള നിരവധി മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള അനുകൂലമായ നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രവാസികൾ തന്നെ ഇങ്ങനെയൊരു സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
മൈനോറിറ്റി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുബൈർ മാക്കയുടെ നേതൃത്വത്തിൽ മൈനോറിറ്റി കോൺഗ്രസിന്റെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം, കരിയാട് മണ്ഡലം, തൃപ്പങ്ങോട്ടൂർ മണ്ഡലം, പെരിങ്ങത്തൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രാജീവ് ജോസഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപ്പന്തലിൽ എത്തി. കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ഗ്ലോബൽ ഉപദേശക സമിതി അംഗം ടി.പി. അബ്ബാസ് ഹാജി, KMCC നേതാവ് ടി. ഹംസ, ഗൾഫിലെ പ്രമുഖ റേഡിയോ ബ്രോഡ്കാസ്റ്റർ KPK വേങ്ങര, KPCC മെമ്പർ ചാക്കോ പാലക്കലോടി, സേവാദൾ സംസ്ഥാന ട്രഷറർ KK അബ്ദുള്ള ഹാജി ബ്ലാത്തൂർ, മട്ടന്നൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ കുഞ്ഞമ്മദ് മാസ്റ്റർ, CPM കീഴല്ലൂർ ലോക്കൽ സെക്രട്ടറി C. രാജീവൻ, ജവഹർലാൽ മഞ്ച് ജില്ലാ കൺവീനർ ആനന്ദ് ബാബു, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KP അനിൽകുമാർ എന്നിവരും സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി സമരവേദിയിലെത്തി. രാജീവ് ജോസഫിന്റെ നിരാഹാര സത്യാഗ്രഹം 7ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് സമരവേദിയിലെത്തിയ മുഴുവൻ നേതാക്കളും ആവശ്യപ്പെട്ടു. കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ ഏറ്റവും സൗകര്യപ്പെടുത്തിയതും എല്ലാം ആധുനിക സൗകര്യങ്ങളും കൂടിയ എയർപോർട്ടാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ട്. ഏറ്റവും കൂടുതൽ നീളമുള്ള റൺവേയും മറ്റുള്ള വികസന സൗകര്യങ്ങളും എല്ലാം കൂടിയുള്ള ഒരു എയർപോർട്ടിന് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോൾ പദവി നൽകാതെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പല രീതിയിലും പല കാര്യങ്ങളും പല ആളുകളും ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പോയിന്റ് ഓഫ് കോൾ പദവി, അതായത് വിദേശ രാജ്യങ്ങളുടെ എയർലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നില്ല. അതെന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാത്ത കാര്യം. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു സത്യാഗ്രഹ സമരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ രാജീവ് സാറ് അനിശ്ചിതകാല നിരാഹാര സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അതിനുള്ള എല്ലാ ഇതും കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം ഈ സമരം പുള്ളിയെ അറസ്റ്റ് ചെയ്ത് മാറ്റിയതിനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കാമെന്നുള്ള നിർണ്ണയം ആർക്കും വേണ്ട. നമ്മുടെ എന്ത് കഴിഞ്ഞാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട. ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല് മുതൽ ചിരവ വരെ ഒരുക്കി. ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം. ഈ സിറ്റി ഏറ്റവും വിലക്കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി. ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്. ഈ സിറ്റി മൈസൂർ റോഡ്, കല്ലുമുട്ടിയിൽ, ഇരട്ടി. വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്.